അമേരിക്കയിൽ ഇന്ന് സമാനതകളില്ലാത്ത ഒരു ഭരണഘടനാ തർക്കം ഉടലെടുത്തിരിക്കുകയാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അമേരിക്കൻ നീതിന്യായ വ്യവസ്ഥയുടെ പരമോന്നത കേന്ദ്രവുമായ സുപ്രീം കോടതിയും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലാണിത്. താൻ നിയമിച്ച ജഡ്ജിമാരിൽ നിന്ന് വിശ്വസ്തത പരസ്യമായി ആവശ്യപ്പെടുന്ന ട്രംപിനെയാണ് നാം ഇപ്പോൾ കാണുന്നത്. കോടതി വിധികളിൽ അതൃപ്തി പ്രകടിപ്പിക്കുക എന്നത് രാഷ്ട്രീയത്തിൽ പുതിയ കാര്യമല്ല. എന്നാൽ താൻ നിയമിച്ചവർ തനിക്ക് വിശ്വസ്തരായിരിക്കണം എന്നൊരു പ്രസിഡന്റ് പരസ്യമായി പറയുന്നത് അമേരിക്കൻ ചരിത്രത്തിൽ തന്നെ അപൂർവമാണ്. ഇറക്കുമതി ചുങ്കം അഥവാ താരിഫുമായി ബന്ധപ്പെട്ട കോടതി വിധിയിൽ തുടങ്ങിയ ഈ തർക്കം ഇപ്പോൾ ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് അടക്കമുള്ള വിഷയങ്ങളിലേക്ക് പടർന്നിരിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ട്രംപ് സുപ്രീം കോടതിയെ കടന്നാക്രമിക്കുന്നത്? നമുക്ക് വിശദമായി തന്നെ നോക്കാം. ഈ തർക്കത്തിന്റെ കാതൽ ട്രംപിന്റെ സാമ്പത്തിക നയങ്ങളാണ്. തന്റെ രണ്ടാം ഊഴത്തിലും അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിന്റെ ഭാഗമായി ട്രംപ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് വൻതോതിൽ ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തിയിരുന്നു. അന്താരാഷ്ട്ര അടിയന്തരാവസ്ഥ സാമ്പത്തിക അധികാര നിയമം ഉപയോഗിച്ചാണ് ട്രംപ് ഏകപക്ഷീയമായി ഈ താരിഫുകൾ നടപ്പിലാക്കിയത്. എന്നാൽ 2026 ഫെബ്രുവരിയിൽ അമേരിക്കൻ സുപ്രീം കോടതി ഈ നീക്കത്തിന് വലിയൊരു തിരിച്ചടി നൽകി. 6-3 എന്ന ഭൂരിപക്ഷത്തിലാണ് കോടതി ട്രംപിന്റെ താരിഫ് നയം റദ്ദാക്കിയത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 1 സെക്ഷൻ 8 പ്രകാരം നികുതികളും ചുങ്കങ്ങളും നിശ്ചയിക്കാനുള്ള അധികാരം അമേരിക്കൻ പാർലമെന്റിനാണ്, അല്ലാതെ പ്രസിഡന്റിനല്ല എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ വിധിയിൽ ട്രംപിനെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചത് മറ്റൊന്നാണ്. വിധി പുറപ്പെടുവിച്ച 6 ജഡ്ജിമാരിൽ ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്ട്സിനൊപ്പം ട്രംപ് തന്നെ നിയമിച്ച നീൽ ഗോർജസ്, ആമി കോണി ബാരറ്റ് എന്നിവരും ഉൾപ്പെട്ടിരുന്നു. തന്റെ വിശ്വസ്തരായിരിക്കുമെന്ന് കരുതിയവർ തനിക്കെതിരെ വിധി പ്രസ്താവിച്ചത് ട്രംപിനെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. ഏകദേശം $159 ബില്യൺ നഷ്ടം ഈ വിധി മൂലം രാജ്യത്തിനുണ്ടായെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. തങ്ങളെ നിയമിച്ച വ്യക്തിയോട് ജഡ്ജിമാർ വിശ്വസ്തത കാണിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന വാദമാണ് ട്രംപ് ഇപ്പോൾ ഉയർത്തുന്നത്. ട്രൂത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ ലോകമെങ്ങും ചർച്ചയായിരിക്കുകയാണ്. അവർ ശരിയായ കാര്യം ചെയ്യണം, എന്നാൽ അവരെ നിയമിച്ച വ്യക്തിയോട് അവർക്ക് വിശ്വസ്തത ഉണ്ടാകുന്നത് തികച്ചും സ്വാഭാവികമാണെന്നാണ് ട്രംപ് കുറിച്ചിരിക്കുന്നത്. അമേരിക്കൻ ജനാധിപത്യം വിഭാവനം ചെയ്യുന്ന ചെക്സ് ആൻഡ് ബാലൻസ് എന്ന സംവിധാനത്തിന് ഇത് വിരുദ്ധമാണ്. നീതിന്യായ വ്യവസ്ഥ എക്സിക്യൂട്ടീവിൽ നിന്ന് സ്വതന്ത്രമായിരിക്കണം എന്നതാണ് സങ്കല്പം. എന്നാൽ ട്രംപ് ഇതിനെ ഒരു വ്യക്തിപരമായ ഇടപാടായാണ് കാണുന്നത്. ലിബറൽ ജഡ്ജിമാരെ അദ്ദേഹം ഓട്ടോമാറ്റിക് നോ എന്ന് വിളിക്കുമ്പോൾ ഇവർ തങ്ങളുടെ പ്രത്യയശാസ്ത്രങ്ങളോട് കാണിക്കുന്ന വിശ്വസ്തയെ പുകഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ റിപ്പബ്ലിക്കൻ പക്ഷത്തുള്ള ജഡ്ജിമാർ ആ വിശ്വസ്ത കാണിക്കുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പരാതി. സുപ്രീം കോടതി വിധി തന്റെ അധികാരം വെട്ടിക്കുറച്ചെങ്കിലും ട്രംപ് പിന്മാറാൻ തയ്യാറല്ല. കോടതി റദ്ദാക്കിയ താരിഫുകൾ നടപ്പിലാക്കാൻ മറ്റൊരു വഴിയുണ്ടെന്നും എന്നാൽ അത് വളരെ പതുക്കെ മാത്രമേ നടക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് മറ്റൊരു വഴി? നിയമവിദഗ്ധരുടെ അഭിപ്രായത്തിൽ കോൺഗ്രസിനെ മറികടന്നുള്ള അടിയന്തര അധികാരങ്ങൾ ഇനി ഉപയോഗിക്കാൻ കഴിയില്ല. പകരം ഓരോ രാജ്യവുമായുള്ള വ്യാപാര കരാറുകൾ പുനഃപരിശോധിക്കുകയോ വ്യാപാര നിയമത്തിലെ സെക്ഷൻ 122 പോലുള്ള വകുപ്പുകൾ ഉപയോഗിച്ച് ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി ചുങ്കം ഏർപ്പെടുത്തുകയോ ചെയ്യാം. എന്നാൽ ഇതിന് ദീർഘമായ നിയമ നടപടികളും ചർച്ചകളും ആവശ്യമാണ്. ട്രംപ് ഫാർ സ്ലോവർ എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. തന്റെ സാമ്പത്തിക അജണ്ട നടപ്പിലാക്കാൻ കോടതി വലിയ തടസ്സമാകുമെന്നും അദ്ദേഹം ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. താരിഫ് വിഷയം മാത്രമല്ല ഇപ്പോൾ ട്രംപിനെ അസ്വസ്ഥനാക്കുന്നത്. തന്റെ ഭരണത്തിന്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം ഒപ്പിട്ട ഒരു വിവാദ എക്സിക്യൂട്ടീവ് ഓർഡറാണ് ജന്മത്ത പൗരാവകാശം. നിയമവിരുദ്ധമായി അമേരിക്കയിൽ എത്തുന്നവരുടെ മക്കൾക്ക് അമേരിക്കൻ മണ്ണിൽ ജനിച്ചതുകൊണ്ട് മാത്രം പൗരത്വം നൽകുന്നത് അവസാനിപ്പിക്കണമെന്നാണ് ട്രംപിന്റെ നിലപാട്. അമേരിക്കൻ ഭരണഘടനയുടെ 14ാം ഭേദഗതിക്ക് വിരുദ്ധമാണ് ഈ ഉത്തരവെന്ന് ചൂണ്ടിക്കാട്ടി കീഴ്ക്കോടതികൾ ഇത് തടഞ്ഞിരുന്നു. ഈ കേസ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണുള്ളത്. താരിഫ് കേസിൽ തനിക്കെതിരെ വിധി പറഞ്ഞ നീൽ ഗോർജസും ആമി കോണി ബാരറ്റും ഈ കേസിലും തനിക്ക് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുമെന്ന് ട്രംപ് ഭയപ്പെടുന്നുണ്ട്. അവർ തങ്ങൾക്ക് വിരുദ്ധമായി വിധി പ്രസ്താവിക്കാൻ പോവുകയാണ് എന്ന് അദ്ദേഹം മുൻകൂട്ടി പ്രവചിക്കുന്നുണ്ട്. കോടതിക്ക് മേൽ സമ്മർദ്ദം ചെലുത്താനുള്ള അദ്ദേഹത്തിന്റെ നീക്കമായിട്ടാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കൻ ചരിത്രത്തിൽ പ്രസിഡന്റുമാരും കോടതികളും തമ്മിൽ തർക്കങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്. 1930കളിൽ ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് തന്റെ ന്യൂ ഡീൽ പദ്ധതികളെ കോടതി തടഞ്ഞപ്പോൾ ജഡ്ജിമാരുടെ എണ്ണം കൂട്ടാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ജഡ്ജിമാരെന്ന് പരസ്യമായി വിശ്വസ്ത ആവശ്യപ്പെടുന്നത് ജുഡീഷ്യറിയുടെ അന്തസ്സിനെ തന്നെ ബാധിക്കുന്ന ഒന്നാണ്. ജസ്റ്റിസ് നീൽ ഗോർജസ്, ബ്രെറ്റ് കവാനോ, ആമി കോണി ബാരറ്റ് എന്നിവരെ ട്രംപ് നിയമിച്ചത് കോടതി ഒരു കൺസർവേറ്റീവ് പക്ഷത്തേക്ക് മാറ്റാനാണ്. ഗർഭചിത്രം പോലുള്ള വിഷയങ്ങളിൽ ട്രംപിന്റെ താല്പര്യത്തിനൊപ്പമായിരുന്നു കോടതി. എന്നാൽ ഭരണഘടനാപരമായ അധികാരങ്ങളുടെ കാര്യത്തിൽ കോടതി ട്രംപിനെ എപ്പോഴും പിന്തുണയ്ക്കുന്നില്ല. ഇത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ പരാജയമാണ്. ജുഡീഷ്യറി എന്നത് രാഷ്ട്രീയത്തിന്റെ ഉപകരണമല്ലെന്നും അത് ഭരണഘടനയുടെ കാവൽക്കാരനാണെന്നും ഈ വിധികൾ തെളിയിക്കുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപിന്റെ ഈ പോരാട്ടം വെറും ഒരു താരിഫ് തർക്കമല്ല. ഇത് അമേരിക്കൻ ഭരണഘടനയുടെ അടിസ്ഥാന ശിലകൾ തമ്മിലുള്ള ഉരസലാണ്. കോടതികൾ തനിക്ക് വഴങ്ങണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുമ്പോൾ ഭരണഘടന അതിനനുവദിക്കുന്നില്ല. വരാനിരിക്കുന്ന മാസങ്ങളിൽ സുപ്രീം കോടതി എടുക്കുന്ന ഓരോ തീരുമാനവും ട്രംപിന്റെ രാഷ്ട്രീയ ഭാവിയിൽ നിർണായകമാകും. പൗരത്വ വിഷയത്തിലും ഇമിഗ്രേഷൻ നയങ്ങളിലും കോടതി എന്ത് നിലപാടെടുക്കും?
ട്രംപിന്റെ വിശ്വസ്തത എന്ന ആവശ്യത്തിന് ജഡ്ജിമാർ എങ്ങനെ മറുപടി നൽകും? ലോകം ഇതാണ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത്.